അച്ഛന്മാരെ, ചേച്ചിമാരെ, പിന്നെ എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു കഥയാണ്. ആദ്യ മാതാപിതാക്കളായ ഹവ്വയുടെയും ആദാമിന്റെയും മക്കളായിരുന്നു കായീനും ഹാബേലും. കായീൻ കൃഷിക്കാരനും ഹാബേൽ നാട്ടുകാരനുമായിരുന്നു. ഒരു ദിവസം രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിച്ചു. കായീൻ തന്റെ വിളവിൽ നിന്നും വലിയ സന്തോഷമൊന്നും കൂടാതെ ഒരു ഭാഗം ദൈവത്തിന് കാഴ്ചവെച്ചു. ഹാബേലോ തന്റെ ആട്ടും കൂട്ടത്തിൽ നിന്നും നല്ല തടിച്ച് കൊഴുത്തൊരാടിനെ ദൈവത്തിന് കാഴ്ചവെച്ചു. ദൈവം കായന്റെ ബലി സ്വീകരിച്ചു, ഹാബേലിന്റെ ബലി സ്വീകരിച്ചു. കായീൻ ഹാബേലിനോട് കടുത്ത ദേഷ്യമുണ്ടായി. കായന്റെ മുഖം കറുത്തു വാടി. ദൈവം ചോദിച്ചു കായീനോട്, കായീനേ, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? എന്താ കറുത്തത്? നല്ലത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്റെ ബലി സ്വീകരിക്കുമായിരുന്നില്ലയോ? നല്ലത് ചെയ്തില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെയുണ്ടെന്ന് ഓർക്കണം. ഒരു ദിവസം കായീൻ ഹാബേലിനെ കൂട്ടിക്കൊണ്ട് തന്റെ വയലിലേക്ക് പോയി. അവിടെ വെച്ച് കായീൻ ഹാബേലിനെ അടിച്ചടിച്ച് കൊന്നു. ദൈവം ചോദിച്ചു കായീനോട്, കായീനേ, നിന്റെ സഹോദരൻ എവിടെ? കായീൻ പറഞ്ഞു ദൈവത്തിനോട്, എനിക്കറിഞ്ഞൂടാ. എന്റെ സഹോദരന്റെ കാവൽക്കാരൻ ഞാനാണോ? എല്ലാം അറിയുന്ന ദൈവത്തെ പറ്റിക്കാനൊക്കുമോ കൂട്ടുകാരെ? ദൈവം ചോദിച്ചു കായീനോട്, കായീനേ, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്നും എന്നെ വിളിച്ച് കഴിയുന്നു. നിന്റെ സഹോദരന്റെ രക്തം വീണ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അതേ കൂട്ടുകാരെ, അന്തിമ വിധി നാളിൽ നിന്റെ സഹോദരൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് നാമം ഉത്തരം പറയേണ്ടി വരും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.